ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കണമെങ്കിൽ ഒളിച്ചിരിക്കാൻ ഏറ്റവും സുരക്ഷിതമായ ഇടം അത് കേരളം തന്നെയാണ്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കാരണം പറയാമോ എന്ന് ചോദിച്ചാൽ മുൻകാലങ്ങളിൽ കേരളത്തിൽ ഒളിവിൽ കഴിഞ്ഞ ഭീകരരുടെ കണക്കുകളും വിവരങ്ങളും മാത്രം പരിശോധിച്ചാൽ മതി, അതിനുള്ള ഉത്തരം കിട്ടും. അൻസാറുള്ള ബംഗ്ല ഭീകരവാദികളും കേരളത്തിലേക്ക് നുഴഞ്ഞുകയറി എന്ന വിവരത്തെ തുടർന്ന് ജാഗ്രതയിലാണിപ്പോൾ രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ. അൻസാറുള്ള ബംഗ്ല ടീം അഥവാ അൻസാർ അൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ സാന്നിധ്യ സാധ്യതയാണ് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നത്. ബംഗ്ലാദേശിലെ നിരോധിത തീവ്രവാദ ശൃംഖലകളാണ് അൻസാർ അൽ ഇസ്ലാമിനും ജമാഅത്ത് ഉൽ മുജാഹിദ്ദീൻ ബംഗ്ലാദേശും. നിരവധി ഭീകര ആക്രമണ കേസുകളിൽ ഇവർക്ക് പങ്കുണ്ട് എന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. അൻസാറുള്ള ബംഗ്ല ടീം അൻസാറുള്ളമാരുടെ ലക്ഷ്യം ബംഗ്ലാദേശിലെ ഭരണകൂട വിരുദ്ധ കലാപത്തിന് പിന്നാലെ ഇന്ത്യയിലേക്ക് അനധികൃതമായി കടന്നവരിൽ ചിലർ കേരളത്തിലെത്തിയിരിക്കാം എന്ന വിവരങ്ങളും രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. ഇവർക്ക് വ്യാജ തിരിച്ചറിയൽ രേഖകൾ സംഘടിപ്പിക്കാൻ സംഘടിത ശൃംഖലകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതും അന്വേഷണ പരിധിയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പലപ്പോഴും അൻസാറുള്ള പ്രവർത്തകർ ഇതിനു മുൻപ് പിടിയിലായത് കാസർഗോഡ് നിന്നും ഉദുമയിൽ നിന്നുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇക്കൂട്ടർ ഇപ്പോഴും തമ്പടിക്കുന്ന താവളം അല്ലെങ്കിൽ തമ്പടിക്കാൻ ഒരു താവളം തേടുക അവിടെ തന്നെ ആകാം എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ കണക്കുകൂട്ടുന്നുണ്ട്. 2018 മുതൽ ഒരു പരിചയവും ഇല്ലാത്ത ആൾക്ക് താമസിക്കാൻ സ്ഥലവും ജോലിയും കൊടുത്തവർ കാസർഗോഡ് ധാരാളം. പലപ്പോഴും ഇവർ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കൊപ്പമാണ് കടന്നുകൂടുക. 2018 ഡിസംബർ 1 ഒരു റോഹിംഗ്യൻ കുടുംബം തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തെത്തി തമ്പടിച്ചിരുന്നു. എത്തുന്നിടത്തെല്ലാം കലാപം ഉണ്ടാക്കുന്ന പ്രകൃതക്കാരാണ് റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാർ. റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റത്തിനെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും യാതൊരു തടസ്സമില്ലാതെ അവർ കേരളത്തിലെ വിഴിഞ്ഞത്തിൽ എങ്ങനെ എത്തി എന്നത് ചോദ്യചിഹ്നമാണ് ഇന്നും. തൊഴിൽ തേടി എത്തിയതാണ് എന്ന ഇവരുടെ മറുപടിയിൽ കേരള പോലീസ് അന്വേഷണം നിർത്തുകയും ചെയ്തു. തീവ്രവാദികൾ താവളമാക്കിയ മേഖല തന്നെയാണ് വിഴിഞ്ഞം എന്നത് നമുക്കൊരിക്കലും നിരസിക്കാനാകില്ല. അവിടെ തങ്ങൾ സുരക്ഷിതരാണ് എന്ന ബോധ്യമാണ് അവരെ കൃത്യമായി വിഴിഞ്ഞത്തേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞവും നിരീക്ഷണ പരിധിയിലാണെന്നാണ് വിവരങ്ങൾ. 2017 ഡിസംബറിൽ എറണാകുളത്ത് വീട് കുത്തി തുറന്ന് ഉടമയെ ബന്ദിയാക്കി നടത്തിയ മോഷണത്തിന് 3 റോഹിംഗ്യരെയാണ് ദില്ലി കേരള പോലീസ് സംയുക്തമായി അറസ്റ്റ് ചെയ്തത്. വീട്ടുടമയെ മൃഗീയമായി മർദ്ദിച്ചായിരുന്നു കവർച്ച. അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചതിനും രേഖകളില്ലാതെ സംസ്ഥാനത്ത് താമസിച്ചതിനും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് റോഹിംഗ്യൻ കുടുംബങ്ങളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അന്വേഷണം നടത്തിയെന്ന് വരുത്തി പിന്നീട് അവരെ വിട്ടയക്കുകയാണ് ചെയ്തത്. കേരളത്തിലുള്ള റോഹിംഗ്യർക്ക് പാകിസ്ഥാൻ ഭീകര സംഘടനകളുമായോ ISIയുമായോ ബന്ധമില്ല എന്നാണ് കേരള പോലീസിന്റെ നിലപാട്. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും കേരള സർക്കാർ ഇത് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കേരളത്തിലെ തന്ത്രപ്രധാന മേഖലകളിൽ ഇവർ ശക്തരാണ്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ പോലും ഇവർ നുഴഞ്ഞു കയറി കഴിഞ്ഞു. കൂട്ടക്കൊലകൾ നടത്തുന്നതിൽ കുപ്രസിദ്ധി നേടിയ മ്യാൻമാർ മുസ്ലിം വിഭാഗമാണ് റോഹിംഗ്യർ. അറബ് മുഗൾ പാരമ്പര്യമുള്ള ബംഗ്ലാദേശികൾ. 2017 ഓഗസ്റ്റ് 25 മ്യാൻമാറിൽ റോഹിംഗ്യൻ ഭീകര സംഘടനയായ അരക്കൻ റോഹിംഗ്യ സാൽവേഷൻ ആർമി 99 ഹിന്ദുക്കളെ അതിദാരുണമായി കൊലപ്പെടുത്തുകയും ഒട്ടേറെ ഹിന്ദു സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തു. ഖമോങ് സേക്ക് കൂട്ടക്കൊല എന്നാണ് ഈ കലാപം അറിയപ്പെടുന്നത്. ഇതേ ഭീകരർ നടത്തിയ ഈ ബൊഖ്യാർ കൂട്ടക്കൊലയിൽ 46 ഹിന്ദുക്കൾക്കാണ് ജീവൻ നഷ്ടമായത്. ഇതിലും ഹിന്ദു സ്ത്രീകളും കുട്ടികളും അതിക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായിരുന്നു. 2017 ഓഗസ്റ്റ് സായുധ റോഹിംഗ്യൻ ഭീകരർ 8 ഹിന്ദു സ്ത്രീകളെയും 8 കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഇസ്ലാമിലേക്ക് മതം മാറ്റിയിരുന്നു. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ക്രൂരതകൾ കാട്ടിയ റോഹിംഗ്യർക്കും കേരളം സുരക്ഷിത താവളമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് ഇവർ കടന്നിരിക്കാം എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ അതീവ ജാഗ്രതയോടെ തന്നെയാണ് ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികളും കേന്ദ്ര സർക്കാരും നിരീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.